500 കിലോമീറ്റർ കാർ ഓടിച്ച് കൊച്ചിയിലെത്തി കവർച്ച. ബീഹാറിലെ റോബിൻഹുഡിനെ കേരള പോലീസ് മോഷണം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ തന്നെ പിടികൂടുന്നു. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി മുഹമ്മദ് ഇർഫാനെ പിടികൂടിയത് കേരള പോലീസിന്റെ അന്വേഷണ മികവാണ്. ഇർഫാൻ 6 സംസ്ഥാനങ്ങളിലെ കുറ്റകൃത്യങ്ങളിൽ പ്രതിയെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാം സുന്ദർ പറഞ്ഞു. ഭീമ ജ്വല്ലറി ഉടമയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നടത്തിയ കവർച്ചയ്ക്ക് പിന്നിലും ഇയാൾ തന്നെയെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഉടുപ്പി ജില്ലയിൽ വെച്ചാണ് ഈ മോഷ്ടാവിനെ പിടികൂടിയിട്ടുള്ളത്. ഇദ്ദേഹം 6ഓളം സംസ്ഥാനങ്ങളിൽ 19ഓളം കേസുകളിൽ പ്രതിയാണ്. തിരുവനന്തപുരത്ത് ഇതിനു മുമ്പ് ഭീമ ജ്വല്ലറി ഓണറിന്റെ വീട്ടിലും മോഷണം നടത്തിയിരുന്നു. ആ കേസിലെയും പ്രതിയാണ് കേരളത്തിൽ. ഇതൊരു ടീം വർക്കായിരുന്നു. പ്രത്യേകിച്ച് എല്ലാ ഓഫീസർമാരും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. CCTV വിഷ്വൽസ് കാണാനിടയായി. എക്സ്റ്റൻസീവായിട്ട് CCTV വിഷ്വൽസ് അനലൈസ് ചെയ്തു. അതിൽ നിന്ന് ഒരു വെള്ള കളർ ഹോണ്ട അക്കോർഡ് കാർ ഒരു സംശയാസ്പദമായ രീതിയിൽ പോകുന്നത് കണ്ടു. അങ്ങനെ ആ കാറിനെ ബേസ് ചെയ്തുള്ള ഇൻവെസ്റ്റിഗേഷനാണ്. അതിന് പിന്നീട് അതിന്റെ നമ്പർ പ്ലേറ്റ് ഐഡന്റിഫൈ ചെയ്യും, ആ ഡീറ്റെയിൽസ് ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. കാറിന്റെ റൂട്ട് ട്രാക്ക് ചെയ്തപ്പോൾ അത് ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയോടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് ക്രോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ കർണാടക പോലീസിന്റെ കോർഡിനേഷനിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്, ഉടുപ്പി ഡിസ്ട്രിക്റ്റിൽ വെച്ച് കർണാടക. വാഹനം പ്രൈവറ്റ് വാഹനമാണ്. പക്ഷേ ബോർഡ് എന്ന് പറയുന്നത് സീതാമർസി എന്ന ഒരു ഡിസ്ട്രിക്ട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ ബോർഡായിരുന്നു. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സീതാമർസി, ബീഹാറിലെ ആ ബോർഡായിരുന്നു ഈ വണ്ടിയിൽ വെച്ചിരുന്നത്. അത് റാൻഡമായിട്ട് പുള്ളി ഗൂഗിളിൽ സെർച്ച് ചെയ്ത്, അതായത് കുറച്ച് പോഷ് റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടെ വന്ന് പിന്നെ റാൻഡമായിട്ട് സെർച്ച് ചെയ്യുന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ഡാനി, കൊച്ചി നഗരത്തെ നടുക്കിയൊരു സംഭവമായിരുന്നു സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടന്നിയ കവർച്ച. അതായത് 1 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ നഷ്ടപ്പെടുക. പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അതായത് സംഭവം നടന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. കേരള പോലീസിന്റെ അന്വേഷണ മികവിന്റെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഈ സംഭവം, ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. പക്ഷേ പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് പൂർണ്ണമായും വിശദീകരിക്കുന്നുണ്ടോ? ഈ സംഭവത്തിന് പിന്നിൽ, ഈ കവർച്ചയ്ക്ക് പിന്നിൽ ഇയാൾ തനിച്ചാണെന്നാണ് പറയുന്നത്. ഇതിന് പിന്നിൽ ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ? പ്രാദേശിക സഹായം ലഭിച്ചു എന്ന രീതിയിലുള്ള സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ അന്വേഷണം മറ്റു പലരിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ ഡാനി? ടോം, നിലവിൽ ഇത് ഒരു ദിവസം തികയുന്നതിന് മുൻപ് മോഷ്ടാവിനിലേക്ക് എത്താനായിട്ട് പോലീസിന് സാധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ മികവായി പറയുമ്പോൾ പോലും ഇതിന്റെ ഒരു പൂർണ്ണമായൊരു വ്യക്തതയിലേക്ക് പോലീസ് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ പോലീസിന് മുന്നിലുള്ള ചില ചോദ്യങ്ങൾക്ക് തരും പൂർണ്ണമായൊരു ഉത്തരത്തിലേക്ക് എത്തിയിട്ടില്ല. അതിൽ പ്രധാനം ഇങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് ഇയാൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇയാൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഇവിടേക്ക് എത്തി എന്നെല്ലാം തന്നെ പറയുമ്പോൾ പോലും പോലീസ് അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ലൊക്കേഷൻ സംബന്ധിച്ച ഈ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായൊരു വ്യക്തതയിലേക്ക് ഇയാൾ എങ്ങനെ എത്തി എന്നത്. ഇവിടെ ഏതാണ്ട് 3ഓളം വീടുകളിൽ കവർച്ചാ ശ്രമങ്ങൾ നടത്തിയതിനു ശേഷമാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിലേക്ക് ഇയാൾ എത്തുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അവിടേക്ക് എത്തുന്നു, വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ ഈ മോഷണം നടത്തിയ ഇയാൾ തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഈ ലോക്കർ ഇത് പൂട്ടിയിട്ടില്ല എന്നതാണ് പോലീസിന്റെ ഒരു അന്വേഷണത്തിലടക്കം കണ്ടെത്തിയിരിക്കുന്നത്. കുത്തി തുറക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അവിടേക്കെല്ലാം തന്നെ ഇയാൾക്ക് പെട്ടെന്ന് എത്തിച്ചേരാനായിട്ട് സാധിച്ചു എന്നതാണ്. മോഷണം നടത്തി തിരിച്ചു പോകാൻ ഇയാൾക്ക് സാധിച്ചു. CCTV ദൃശ്യങ്ങൾ ഇയാൾ ഈ കാര്യത്തിൽ മോഷണത്തിലൊരു പരിചിതനായതുകൊണ്ടാവാം ആദ്യഘട്ടത്തിൽ മാത്രമുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് പോലീസിന് ലഭിച്ചത്. CCTV തിരിച്ചു വയ്ക്കുക അടക്കം ചെയ്തു. അപ്പോൾ ഇവിടേക്ക് മോഷണം നടത്തി വളരെ പെട്ടെന്ന് തിരിച്ചു പോവുകയും എല്ലാം തന്നെ ചെയ്തു. ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് അയാൾ അത് എല്ലാം കൊണ്ടുപോകാനുള്ള ഒരു ട്രാവലർ ട്രോളി ഇയാൾ എടുക്കുകയും ചെയ്തത്. അങ്ങനെ വളരെ പെട്ടെന്ന് ഇയാൾ ഇവിടുന്ന് കടന്നു കളയുകയും ചെയ്തു. ഈ
ഈ രീതി തന്നെയാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. കാരണം ഇങ്ങനെ ഒട്ടും പരിചിതമില്ലാത്തൊരു സ്ഥലത്ത് വളരെ സംസ്ഥാനങ്ങൾക്കപ്പുറത്തു നിന്ന് കാർ ഓടിച്ച് ഇവിടെ എത്തുക, ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു വീട് മറ്റു വീടുകൾ അയാൾ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, ഇവിടേക്ക് എത്തുകയും ചെയ്തു. ആ മുറി കൃത്യമായ ആ മുറിയിലേക്ക് തന്നെ വന്നു, കാര്യങ്ങളെല്ലാം നടത്തി കവർച്ച നടത്തി തിരിച്ചു പോവുകയെല്ലാം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഇയാൾക്ക് ഒരു ഇവിടെ നിന്നൊരു പ്രാദേശികമായ സഹായം ഏതെങ്കിലും രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് ഇന്നിപ്പോൾ ഇയാളെ ഈ മുഹമ്മദ് ഇർഫാനെ കോടതിയിൽ ഹാജരാക്കുകയും 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ആദ്യ നടപടി എന്ന് പറയുന്നത് ഈ സ്വർണ്ണാഭരണങ്ങൾ, വജ്രാഭരണങ്ങൾ ജോഷിയുടെ വീട്ടിൽ അവരെ കുടുംബത്തെ എത്തിച്ച് ഇത് കൃത്യമായി അവരുടെ തന്നെതാണോ എന്നതടക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് പരിശോധന നടത്തി ഉറപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അത് തെളിവെടുപ്പിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം ഇയാളുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ പരിശോധിക്കുന്നുണ്ട്. നേരത്തെയും പോലീസ് ഇതിന്റെ ഒരു ടവർ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അയാളിലേക്ക് കൂടുതൽ കോളുകൾ എത്തിയിട്ടുണ്ടോ, മറ്റു കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി തീർച്ചയായും ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് മുഹമ്മദ് ഇർഫാനിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇയാളുടെ ഫോണിലെ ഈ കോൾ ലിസ്റ്റുകളടക്കം പരിശോധിച്ചാൽ ഈ സമീപ ദിവസങ്ങളിൽ അതല്ലെങ്കിൽ ഈ മോഷണം നടന്ന സമീപ മണിക്കൂറുകളിൽ ഇയാളുമായി ബന്ധപ്പെട്ടവരിലേക്ക് അന്വേഷണം എത്താം. ഒരുപക്ഷെ അതിവിദഗ്ധമായി നടത്തിയ ആസൂത്രിതമായി നടത്തിയ കവർച്ചയാണെങ്കിൽ അവരൊരിക്കലും ഡയറക്റ്റ് ഇയാളെ ഫോണിൽ ബന്ധപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കാം. വാട്സപ്പിലൂടെ ആയിരിക്കാം ഫോണിൽ ബന്ധപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ഈ അത്ര എളുപ്പമായിരിക്കുമോ ഡാനി ഇതിന്റെ ആസൂത്രകരിലേക്ക് അന്വേഷണം എത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ പോലീസിനെ സംബന്ധിച്ച്? അന്വേഷണം ആ രീതിയിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഒട്ടും സാധിക്കാത്തതുമല്ല. കാരണം ഇതിലും വലിയ കുഴഞ്ഞു മറിഞ്ഞ കേസുകൾ അടക്കം അതിന്റെ ചുരുൾ നിവർത്തുന്നതിന് കേരള പോലീസിന് സാധിച്ചിട്ടുണ്ട്. ആ രീതിയിലേക്ക് അന്വേഷണം എല്ലാം തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച്. അതുകൊണ്ട് തന്നെയും ഇതിൽ ഏതെങ്കിലും സംഘങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടുപിടിക്കാൻ തന്നെ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇയാൾ പറയുന്നത് അപ്പാടെ വിശ്വസിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് പോവുകയല്ല. നിലവിൽ പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത്. ഈ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിയതെന്നാണ് ഇയാൾ പോലീസിനോട് അടക്കം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ കുറെ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്, തെളിവുകൾ എത്തേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പരിശോധിക്കുക. ഇയാളുടെ മൊബൈൽ ഫോൺ തന്നെയാണ് അതിൽ കൂടുതലായിട്ട് തന്നെ ആ പരിശോധനയിലേക്ക് പോകുന്നത്. കൂടുതൽ കോളുകൾ വന്നിട്ടുണ്ടോ, ആരെങ്കിലും ഇയാളെ ഈ ദിവസത്തിന് മുൻപായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ഈ സ്ഥലം മറ്റും പരിചിതമാകുന്നതിന് സ്കെച്ചിങ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. പ്രത്യേകിച്ച് പരമ്പള്ളി നഗർ മേഖലയായതുകൊണ്ട് നമുക്കറിയാം കൂടുതൽ CCTV അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇയാൾ അത്തരം ദൃശ്യങ്ങളിൽ നിന്നാണ് ഇയാളുടെ വാഹനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കാരണം അതൊരു വൈറ്റൽ എവിഡൻസ് എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു. അതിനെ ചുറ്റി തന്നെയായിരുന്നു പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ഇയാളിലേക്ക് എത്താൻ സഹായമാവുകയും ചെയ്തത്. ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് മറ്റ് പോലീസ് സംഘങ്ങൾക്ക്, ഇതര സംസ്ഥാനത്തെ പോലീസ് സംഘങ്ങൾക്കെല്ലാം തന്നെ കൈമാറിയിരുന്നു. വളരെ പെട്ടെന്ന് കേരള പോലീസ് വിജിലന്റായി ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. വാഹന പരിശോധനയിൽ, CCTV പരിശോധനയിലടക്കം ഈ വാഹനം കേരള അതിർത്തി കടന്നുവന്ന് ബോധ്യപ്പെട്ട ആ നിമിഷത്തിൽ തന്നെയും പോലീസ് കൃത്യമായ വിവരങ്ങൾ മറ്റ് സേനാംഗങ്ങൾക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കർണാടക പോലീസിന്റെ സഹായത്തോടുകൂടി ഉടുപ്പിയിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഹനം കണ്ടെത്തുന്നത് അടക്കം ചെയ്യുന്നത്. ഈ ആഭരണങ്ങൾ നിറഞ്ഞ ബാഗും അടക്കം ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയത്തിനടക്കം മറ്റാരും തന്നെ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വേറെ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനകം ബന്ധപ്പെട്ടിട്ട് ഇയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. അത് മാത്രവുമല്ല, ഇങ്ങനെ ഒരു വലിയൊരു സംഘം ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സമയം ഈ ആഭരണങ്ങൾ മുഴുവനായിട്ട് തന്നെ ഇയാളുടെ പക്കൽ ഉണ്ടാകുമായിരുന്നില്ല. അത് മറ്റു രീതിയിൽ ചിതറപ്പെട്ടാനെ എന്നെല്ലാം പോലീസ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇതിൽ ഒരു സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തുന്നത്. അത് മാത്രവുമല്ല, ഇയാൾ കേരളത്തിൽ മറ്റിടങ്ങളിൽ മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് തീർച്ചയായും സംബന്ധിച്ച് ഈ മുഹമ്മദ് ഇർഫാനെ സംബന്ധിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരവധി കേസുകളിലെ പ്രതിയാണെന്നാണ്. അതോടൊപ്പം തിരുവനന്തപുരത്ത് ഭീമ ജ്വല്ലറി ഉടമയുടെ വീട്ടിൽ നടത്തിയ കവർച്ചയ്ക്ക് പിന്നിലും ഇർഫാനായിരുന്നു. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇയാൾ വരുന്നത്, ഇതിനു മുൻപും വന്നിട്ടുണ്ടാകാം.
പോലീസ് പറയുന്നതനുസരിച്ച് ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഇവിടെ എത്തിയെന്ന് പറയുന്നു. കേരളത്തിലെ ഏറ്റവും അതിസമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ ഏറ്റവും ഒരു പോഷ് ഏരിയ ആണ് ഈ പനമ്പള്ളി നഗരം, നമുക്കറിയാം. അങ്ങനെ ഒരു മേഖല വെറുതെ കേന്ദ്രീകരിച്ച് ഒരു ഗൂഗിൾ മാപ്പിട്ട് എത്തി എന്ന് പറയുന്നതിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. ഇയാളുടെ ഈ കവർച്ചയ്ക്ക് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടെന്ന ഒരു സംശയം പോലീസിനുണ്ടോ? അതല്ലെങ്കിൽ തനിച്ച് ഈ ഇർഫാൻ തനിച്ച് സ്ഥലത്തെത്തി പനമ്പള്ളി നഗറിലെത്തി മോഷണം നടത്തി നാട് വിട്ടു അല്ലെങ്കിൽ കേരളം വിട്ടു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ്? ആണോ? അങ്ങനെ തന്നെയാണ് പോലീസ് കരുതുന്നതിനെ? ടോം, ഇക്കാര്യത്തിൽ ഇയാളുടെ നേരത്തെയുള്ള മോഷണ രീതികളെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ഇയാൾ മറ്റിടങ്ങളിലെല്ലാം മോഷണം നടത്തിയത് ഒറ്റയ്ക്ക് തന്നെയാണ്. സ്വയം ചെയ്ത മോഷണം മുതൽ അതിൽ അപഹരിക്കുക, വസ്തുക്കൾ അപഹരിക്കുക എന്ന രീതിയിൽ തന്നെയാണ് ഇയാൾ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇക്കാലം അത്രയും പലയിടത്തും അങ്ങനെയാണ്. നേരത്തെ ഇയാൾ ഒരു അവസാന വട്ടം പിടിയിലാകുമ്പോൾ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസ് വലിയ അതിസമ്പന്നരുടെ ഏരിയ, ഇവിടെ ഈ ഇടങ്ങളെല്ലാം ഇയാൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ രാജ്യത്തിന്റെ തന്നെ പലയിടങ്ങളിലും തന്നെ ഇയാൾക്ക് കൃത്യമായ ഒളിയിടങ്ങളുണ്ട് എന്ന് തന്നെ പോലീസ് പറയുന്നു. ഇവിടങ്ങളിലെല്ലാം താമസിച്ചുകൊണ്ട് ഇയാൾ നിരീക്ഷിച്ചാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡിൽ ഇയാൾ അധികം ആരെയും തന്നെ ഉൾപ്പെടുത്താത്ത രീതിയിൽ ഒറ്റയ്ക്ക് ചെയ്തു പോകുന്ന രീതിയിൽ തന്നെയാണെന്ന് പറയുന്നത്. അത് മാത്രമല്ല, പോലീസിനോട് ഇയാൾ നേരത്തെയും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തെ ഒരു വാർത്തകളും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ അതിലെല്ലാം പറയുന്നത് ഇയാൾ ഈ റോബിൻ ഹുഡ് കണ്ട് ആ രീതിയിലുള്ള പ്രചോദനം, അതിൽ നിന്നെല്ലാം പല രീതിയിലും പലർക്കും പ്രചോദനം ഉണ്ടാകും. പക്ഷെ ഇയാൾ ഉൾക്കൊണ്ടത് ഈ മോഷണം എടുക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന രീതിയിലൊക്കെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ വന്നതാണ്. അതുകൊണ്ട് താൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നെല്ലാമാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ രീതിയിൽ വലിയ രീതിയിൽ മോഷണ മുതലുകൾ ഇയാൾ ഇതിനു മുൻപും പലപ്പോഴും തന്നെ ആക്കിയിട്ടുണ്ട്. പലയിടത്തു നിന്ന് കവർച്ച നടത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. 6 സംസ്ഥാനങ്ങളിലായി 19ഓളം കേസുകളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതായി പോലീസിന്റെ അറിവിൽപ്പെട്ടത് അത്രമാത്രമാണ്. മറ്റിടങ്ങളിൽ മോഷ്ടിക്കപ്പെട്ടത് സംബന്ധിച്ച് ഇയാൾ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പിടിക്കപ്പെടുമ്പോൾ എല്ലാം കൂടി ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവത്തിലുള്ളതല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കൃത്യമായ വിവരങ്ങളോടുകൂടി കൃത്യമായ രീതിയിൽ പിടിക്കപ്പെടുന്ന കേസുകൾ മാത്രമാണ് ഇയാൾ സമ്മതിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, സാഹചര്യങ്ങൾ, ഇയാൾ തിരുവനന്തപുരത്തെ കാര്യം തന്നെ നേരത്തെയും പോലീസിനോട് മറ്റൊരു കേസിൽപ്പെട്ട് ഗോവയിലൊരു കേസിൽ പെടുമ്പോൾ തന്നെയും തിരുവനന്തപുരത്തെ മോഷണം നടത്തിയ കാര്യം പോലീസിനോട് അതിൽ കേരളത്തിൽ നിന്നാണ് പിന്നീടുള്ള ഒരു വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് തിരുവനന്തപുരത്ത് നടത്തിയ മോഷണം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ രാജ്യമാകെ നടന്ന വലിയ രീതിയിൽ മോഷണം നടത്തുന്ന ഒരാളാണ് മുഹമ്മദ് ഇർഫാൻ എന്നാണ് പോലീസിന് ഇതുവരെ വെളിപ്പെട്ടിട്ടുള്ളത്. അതിൽ ഇയാൾക്ക് പ്രത്യേക സംഘങ്ങൾ ഇല്ല എങ്കിൽ കൂടിയും പോലീസ് എല്ലാ സാഹചര്യവും പരിശോധിക്കുകയാണ്. എന്താണ് ഇയാൾക്ക് ഈ കൊച്ചിയിലേക്ക് എത്തിക്കൊണ്ട് കവർച്ച നടത്തുവാൻ മറ്റേതെങ്കിലും രീതിയിലൊരു സാഹചര്യം അനുകൂലമാക്കുന്നതിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നടന്നൊരു മോഷണത്തിന്റെ ശൈലി വെച്ചുകൊണ്ടാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇങ്ങനെ ഒരു മുറിയിലേക്ക് വലിയ തടസ്സങ്ങളില്ലാതെ കയറി ചെല്ലാൻ കഴിഞ്ഞതും അവിടെ നിന്ന് ഈ ലോക്കർ പൂട്ടിയിട്ടില്ലാത്ത ഒരു ലോക്കറിലേക്ക് തന്നെ കാര്യങ്ങൾ ഇയാൾക്ക് എളുപ്പമാകുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ പ്രാദേശികമായ ആരെങ്കിലും രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ടോം, ഡാനി, ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി ഒന്ന് അറിയണം. ഒന്ന്, പോലീസ് പറയുന്നതനുസരിച്ച് ബീഹാറിലെ ഒരു പഞ്ചായത്തിന്റെ ചുമതലയുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഇർഫാന്റെ ഭാര്യ. ആ വാഹനത്തിലാണ്, ഭാര്യയുടെ വാഹനത്തിലാണ് കൊച്ചിയിലേക്ക്, കാർ മാർഗം കൊച്ചിയിലേക്ക് എത്തിയത്. 6 സംസ്ഥാനങ്ങളിൽ, ഡാനി തന്നെ സൂചിപ്പിച്ചു, വിവിധ സംസ്ഥാനങ്ങളിൽ കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണെന്ന്. ഏതെങ്കിലും കേസുകളിൽ ഇതിനു മുൻപ് പിടിക്കപ്പെട്ടിട്ടുണ്ടോ, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ ഡാനി? ടോമ, ഇയാളെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൗതുകകരമായ പല കാര്യങ്ങളും തന്നെയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോബിൻ ഹുഡ് എന്ന അത്തരമൊരു കഥയിൽ നിന്നാണ് ഇയാൾ ഈ രീതിയിലേക്ക് മോഷണം നടത്തുക, തന്റേതായ ഒരു ശൈലി വികസിപ്പിച്ചെടുക്കുക എന്നതെല്ലാമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇയാളെ സംബന്ധിച്ച നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ, ബീഹാറിൽ നിന്നുള്ള വിവരങ്ങൾ അങ്ങേയറ്റം കൗതുകം ജനിപ്പിക്കുന്നതാണ്. കാരണം ഇയാൾ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട രീതിയിൽ തന്നെയാണ് അവിടെ ജീവിക്കുന്നതെന്നതാണ്. ഇതിൽ ഇയാളുടെ ഭാര്യ
അവിടെ സീതാമർഹി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ അവിടെ ആ ജില്ലയുടെ പഞ്ചായത്തിന്റെ അധ്യക്ഷയാണ്. അവർക്ക് അതിൽ വഴി ലഭിക്കുന്ന ആ ഒരു ബോർഡ്, അതായത് നമ്മൾ ഇവിടെ സാധാരണഗതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ വാഹനത്തിന് മുകളിൽ എഴുതി വയ്ക്കുന്ന ലോഗോയോടുകൂടിയ ബോർഡെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം ആ ഒരു ഐഡന്റിറ്റിയാണ് ഇയാളുടെ വാഹനത്തിന് മുന്നിൽ വെച്ചിരുന്നത്. വാഹനത്തിൽ ഘടിപ്പിച്ചിരുന്ന ബോർഡ് അതായിരുന്നു. അത് തന്നെയാണ് ഇവിടെ കുടുങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണവുമായത്. ഈ ബോർഡ് ഘടിപ്പിക്കുമ്പോൾ വലിയ രീതിയിലൊരു ചെക്കിംഗ് ഇല്ലാതെ തന്നെ ഇയാൾക്ക് പരിശോധനയില്ലാതെ കടന്നു പോകാൻ കഴിഞ്ഞിരുന്നു. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു ഹോണ്ട അക്കോർഡ് കാറിലായിരുന്നു, ഒരു വെള്ള കാറിലായിരുന്നു ഘടിപ്പിച്ചിരുന്നത്. ഒരു ആഡംബര കാറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കാറിൽ ഇയാൾക്ക് എളുപ്പത്തിൽ കടന്നു പോകാനടക്കം എല്ലാം തന്നെ സാധിച്ചിരുന്നു. ഈ മോഷണ മുതൽ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വിറ്റുകിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ തന്റെ ഗ്രാമത്തിൽ ചില കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു എന്നതാണ് നേരത്തെയുള്ള ഇയാളുടെ ഒരു ക്രൈം റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങളിൽ പറയുന്നത്. അവിടെ സാധു യുവതികളുടെ വിവാഹം വരെ നടത്തി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഒപ്പം റോഡുകൾ ചിലത് നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ തുക പല രീതിയിൽ തന്നെ അവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന മോഷണ മുതലിന്റെ ഒരു വലിയൊരു ഭാഗം ആ രീതിയിൽ ചെലവഴിച്ചു എന്നെല്ലാമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ നാട്ടിൽ അയാളെ അങ്ങനത്തെ ഒരു പരിവേഷത്തിലേക്കെല്ലാം തന്നെ എത്തിച്ചിട്ടുണ്ട്. ബീഹാറിന്റെ റോബിൻഹുഡ് എന്നെല്ലാമല്ല ഒരു ഹീറോ പരിവേഷമെല്ലാം തന്നെ അയാൾക്ക് ഉണ്ട്. അത്തരം കാര്യങ്ങളുണ്ട്. ഇന്ന് ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ഒരു ചോദ്യവും ആ രീതിയിലായിരുന്നു. പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ അദ്ദേഹം അതിന് വ്യക്തമായൊരു മറുപടി നൽകി. നമ്മൾ എന്താണെങ്കിലും ഇദ്ദേഹത്തെ മോഷ്ടാവായി തന്നെ മാത്രമേ കാണാനുള്ളൂ. മോഷണം മുതൽ ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനെ ആ രീതിയിലേക്ക് ന്യായീകരിക്കാൻ കഴിയില്ല എന്നതടക്കം പോലീസ് കമ്മീഷണർ വിശദീകരിക്കുകയുണ്ടായി. എന്തായാലും ഇയാളുടെ ഒരു സാഹചര്യങ്ങൾ ഇതാണ്. ഈ രീതിയിൽ ബീഹാറിൽ നിന്ന് ഇവിടേക്ക് എത്തി വാഹനം ഓടിച്ച് ഇവിടെ എത്തി മോഷണം നടത്തി തിരിച്ചു പോകുന്നു. അതിൽ വലിയൊരു കൗതുകമുണ്ട്. ഇങ്ങനെ മോഷണം നടത്തി കടന്നു പോകാൻ കഴിയുമോ എന്ന കാര്യങ്ങളടക്കം ഉണ്ടായിരുന്നു. അയാളുടെ ആ രീതികളെക്കാൾ കൗതുകവുമാണ് അയാൾ അതുകൊണ്ട് പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നതും നമ്മളിവിടെ ചേർത്ത് വയ്ക്കുകയാണ്. എന്തായാലും ഇയാളിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് വന്നിരിക്കുന്നു. 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൗതുകമുള്ള ഒരു കഥയാണ് ഈ ബീഹാറിലെ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാനെ കുറിച്ച് പറയാനുള്ളത്. മുൻപ് നമുക്കറിയാം വിമാനത്തിൽ കേരളത്തിലെത്തി കവർച്ച നടത്തിയ ബണ്ടി ചോറിന്റെ കഥകളെക്കുറിച്ച് നമ്മളേറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ഇത്തരത്തിൽ മറ്റൊരു സംസ്ഥാനത്തു നിന്നും ബീഹാറിൽ നിന്നും കാർ മാർഗം 2500 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കേരളത്തിലെത്തി വലിയ കവർച്ച നടത്തുന്ന, കോടികളുടെ കവർച്ച നടത്തുക, സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നടത്തിയ കവർച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ബീഹാറിലെ റോബിൻഹുഡായ മുഹമ്മദ് ഇർഫാൻ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഈ ജോഷിയുടെ വീട്ടിൽ മാത്രമായിരുന്നില്ല, സമീപത്തുള്ള മറ്റ് പല വീടുകളിലും മോഷണശ്രമം നടന്നിരുന്നു. ഇതോടൊപ്പം കൊച്ചി നഗരത്തിൽ അന്നേ ദിവസം തന്നെ കൊച്ചി നഗരത്തിൽ പുലർച്ചെ ഇടപ്പള്ളിയിലെ ഒരു ജ്വല്ലറിയിലും കവർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നിൽ ഇയാൾക്ക് പങ്കുണ്ടോ അല്ല മറ്റാർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ ആ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം.